കൊട്ടാരക്കരയിൽ കെ.എൻ. ബാലഗോപാൽ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആകെ നിറഞ്ഞു നിൽക്കുകയാണ്. വിജയം ഉറപ്പിച്ചതുപോലെയാണ് പറയുന്നത്. ഐഷ പോറ്റിയാണ് എതിർവശത്തുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല നെഞ്ചിടിപ്പുണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാൽ ബാലഗോപാൽ ജയിക്കും. ഇന്നിന്റെ കാലത്തെ രാഷ്ട്രീയത്തിൽ സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് പോലെയുള്ള മീഡിയാസിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആളുകളെ ഇല്ലാത്തതിനെ പെരുപ്പിച്ച് കാണിക്കേണ്ടവയെ ഇല്ലായ്മ ചെയ്യാനോ ഒക്കെ ഈ സോഷ്യൽ മീഡിയ ചാനലുകൾ ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ PR വർക്ക്, പണ്ടത്തെ PR വർക്കുകൾ പത്രങ്ങളിൽ പരസ്യവും ചില ചാനലുകളിൽ 1-2 ഇന്റർവ്യൂകളും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്തെ PR വർക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ആരും പിന്നോട്ടല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ 3 മുന്നണികളും ഈ കാര്യത്തിൽ പിന്നോട്ടല്ല എന്നുള്ളതാണ്. എന്നാൽ അതിൽ കേരളത്തിൽ ഒരു പിടി മുന്നേ നിൽക്കുന്നത് LDF സർക്കാർ ഭരണത്തിരിക്കുന്നവർ തന്നെയാണ്. നാട്ടിലെ ഹോർഡിങ്സ് കമ്പനിക്കാർക്കും സീരിയൽ പ്രൊഡ്യൂസർമാർക്കും ഒക്കെ ചാകരയാണ്. സീരിയലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എപ്പിസോഡ് പൈസ അങ്ങ് കൊടുക്കുക. കാരണം കഥാപാത്രങ്ങളെ കൊണ്ട് സർക്കാരിനെ 2 പുകഴ്ത്തിപ്പറയിൽ മാത്രം പറഞ്ഞാൽ മതി, എഴുതി ചേർത്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രിയാണല്ലോ കെ.എൻ. ബാലഗോപാൽ. അപ്പോൾ കെ.എൻ. ബാലഗോപാലിന്റെ മണ്ഡലത്തിലെ കൊട്ടാരക്കരയുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നത് എൻ്റെ നാട് കൂടിയാണ് കൊട്ടാരക്കര. അവിടെ ഈ സോഷ്യൽ മീഡിയ ചാനലുകളുടെ വലിയൊരു കുത്തൊഴുക്കുള്ള സ്ഥലമാണ് ഈ കൊട്ടാരക്കര, പത്തനാപുരം, കൊല്ലം പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എല്ലാവരും. അവർക്കൊക്കെ ചാകര കാലമാണെന്നാണ് ഞാൻ അറിയുന്നത്. വലിയ സാമ്പത്തികമായ വലിയ പുരോഗതിയിലേക്കൊക്കെ എല്ലാ യൂട്യൂബർമാരും നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നല്ല അക്കൗണ്ട് വിളിച്ചു. രോഹിത്തിന്റെ നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടു, നിങ്ങളുടെ മുതലാളി പത്തനാപുരത്തെ കുറിച്ചൊക്കെ പറയുന്ന കണ്ടു എന്ന് പറഞ്ഞ് എന്റെ ചില സുഹൃത്തുക്കൾ അവിടെ നിന്ന് യൂട്യൂബർമാർ. നമ്മൾ പറയുന്നത് നമ്മുടെ നാടായതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പറയുന്നത്. ഇതങ്ങനെയല്ല. ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ ഞങ്ങളുടെ മന്ത്രി തുമ്മുന്നത് കണ്ടു, ഞങ്ങളുടെ മന്ത്രി കുനിഞ്ഞ് കല്ലെടുത്തത് കണ്ടു, ഞങ്ങളുടെ മന്ത്രി തറക്കല്ലിട്ടത് കണ്ടു, ഞങ്ങളുടെ മന്ത്രി ഹെലികോപ്റ്റർ കൊണ്ടുവരാൻ പോകുന്നത് കണ്ടു, ഞങ്ങളുടെ മന്ത്രി ഇല്ലാത്ത കുളം പ്ലാനിൽ വരച്ചു ചേർത്തത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ രാഷ്ട്രീയം സംസാരിക്കുന്ന കണ്ടന്റുകളെ പറ്റിയല്ല. സത്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ കൊട്ടാരക്കരയിൽ സംഭവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു അവലോകനം ആവശ്യം തന്നെയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും UDF കൺവെൻഷനുകളിൽ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒരു പേരാണ് കൊട്ടാരക്കര. 15 വർഷക്കാലം കൊട്ടാരക്കരയെ പ്രതിനിധാനം ചെയ്ത് നിയമസഭയിലേക്ക് പോയ അന്നത്തെ കാലത്തെ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ എതിർപക്ഷത്തിനോ ഒന്നും ഒരു എതിർപ്പും ഇല്ലാത്ത കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ സൗമ്യമുഖങ്ങളിൽ ഒന്നായ ഒരുപാട് പേരുണ്ട്. സൗമ്യമുഖങ്ങളിൽ ഒന്നായ ഐഷ പോറ്റിയുടെ UDF പ്രവേശനത്തിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 10 വർഷക്കാലം ഭരിച്ചതിൽ 5 വർഷക്കാലവും പിണറായി മന്ത്രിസഭയിൽ രണ്ടാമനായിരുന്ന കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിൽ. ഇപ്പൊ കെ.എൻ. ബാലഗോപാൽ കൊട്ടാരക്കരയിൽ മത്സരരംഗത്തേക്ക് വരുമ്പോൾ ഐഷ പോറ്റി മുന്നിൽ നിന്ന് നയിച്ചിട്ട് തന്നെയാണ് കെ.എൻ. ബാലഗോപാൽ അവിടെ ജയിച്ചത്. 38,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഐഷ പോറ്റി ജയിച്ച മണ്ഡലത്തിൽ കേവലം 10,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് കെ.എൻ. ബാലഗോപാലിന് ജയിക്കാൻ സാധിച്ചത്. അത്രയുമെങ്കിലും ഭൂരിപക്ഷത്തിലേക്ക് എത്തിച്ചതിൽ ഐഷ പോറ്റിയുടെ പങ്ക് ചെറുതല്ല എന്നുള്ളത് നമുക്കറിയാം. അവർ പാർട്ടി വിട്ടു പോകാനും മുന്നണി മാറാനും ഉണ്ടായ തീരുമാനം എന്ന് പറയുന്നത് ഇൻസൾട്ടാണ്. മുരളി ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്നൊരു സിനിമയിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ അവരെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കാമോ, എങ്ങനെയൊക്കെ മാറ്റി നിർത്താമോ അതിനുള്ള ഒരു ശ്രമം, ആ ബിംബം തകർക്കപ്പെടണം എന്നൊരു ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു വലിയ ബിംബമുണ്ട് കൊട്ടാരക്കരയെ പറ്റി സംസാരിക്കുമ്പോൾ 3 രാഷ്ട്രീയ നേതാക്കന്മാരെ പറ്റി സംസാരിക്കണം. അതൊന്ന് മഹാനായ കേരള രാഷ്ട്രീയത്തിന്റെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാമായിരുന്ന യശശരീരനായ R. ബാലകൃഷ്ണപിള്ള സ്വാമി. അദ്ദേഹത്തിന്റെ തട്ടകമായിരുന്നു കൊട്ടാരക്കര. ഒരേ സമയം പഞ്ചായത്ത് പ്രസിഡന്റായും MLA ആയും MP യുമായൊക്കെ ഇരുന്നിട്ടുള്ള മനുഷ്യനാണ് R. ബാലകൃഷ്ണൻ. അതൊരു പ്രതാപ കാലഘട്ടത്തിന്റെ ചരിത്രം അതിന്മേൽ പറയാനുണ്ട്. അദ്ദേഹം അന്തരിച്ചിരിക്കുന്നു. രണ്ടാമത് പറയേണ്ടുന്ന പേര് 15 വർഷക്കാലം ഇതേ R. ബാലകൃഷ്ണപിള്ളയെ മലർത്തി അടിച്ചുകൊണ്ട് കൊട്ടാരക്കര പിടിച്ചെടുത്ത് 15 വർഷക്കാലം ഇടതുപക്ഷ കോട്ടയാക്കി പടുത്തുയർത്തിയ ഐഷ പോറ്റിയുടെ പേരാണ്. 3 എന്ന് പറയുന്നത് മാവേലിക്കരയുടെ പ്രിയങ്കരനായ MP കൊടിക്കുന്നിൽ സുരേഷ് MP. അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസ് അടക്കം നിലനിൽക്കുന്നത് കൊട്ടാരക്കരയിലാണ്. അദ്ദേഹം കൊട്ടാരക്കരക്കാരനല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാരനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊട്ടാരക്കര എന്ന് പറയുന്ന ബ്രാൻഡിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. അതിൽ ആ ഐഷ പോറ്റി എന്തുകൊണ്ട് വലതുപക്ഷ രാഷ്ട്രീയം തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കും. ചേട്ടാ, ഞാൻ കഴിഞ്ഞ ദിവസം മലമ്പുഴയിലായിരുന്നു. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ സ്വന്തം സഹചാരിയും മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഒക്കെ ആയിരിക്കുന്ന സുരേഷേട്ടൻ പറഞ്ഞത് ഇന്നിന്റെ കാലത്തെ ഇടതുപക്ഷ രാഷ്ട്രീയം പേറുന്ന പ്രസ്ഥാനം കോൺഗ്രസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസിനൊപ്പം പോയത് എന്നുള്ളതാണ്. അതേ തീരുമാനം തന്നെയാകാം ഒരുപക്ഷെ ഐഷ പോറ്റിയെയും കോൺഗ്രസ് രാഷ്ട്രീയം തിരഞ്ഞെടുക്കാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത്. അല്ലാതെ ഐഷ പോറ്റിക്ക് ഈ പ്രായത്തിൽ മക്കളെ വിവാഹം കഴിപ്പിച്ച് അയച്ചു, കൊച്ചുമക്കളായി, അവർക്ക് ആവശ്യം കേസുകളുള്ള വക്കീലാണ്, വലിയ തെറ്റില്ലാത്ത
രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു നല്ല കുടുംബസ്ഥയാണ്. അതെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ രാഷ്ട്രീയം കളിച്ചോ MLA ആയിട്ടോ ഒന്നും നേടാനൊന്നുമില്ല. അതെ. പക്ഷേ അവരെ ഇൻസൾട്ട് ചെയ്ത് കളത്തിലേക്ക് ഇറക്കുകയാണ് സത്യത്തിൽ ചെയ്തത്. അതിനെ കോൺഗ്രസ് രണ്ട് കൈ നീട്ടി സുധാകരനെ ഇറക്കിയത്. അതെ, ജി സുധാകരനെ ഇറക്കി. പിണറായി വിജയനോടും ബാലഗോപാൽ സഖാവിനോടും ഈ ജി സുധാകരനോടും അടക്കം ഐഷാപോറ്റി സംസാരിച്ച കഥകളൊക്കെ അവരുടെ ഇന്റർവ്യൂ എടുക്കാൻ ഞങ്ങളോട് പോയപ്പോൾ ഞങ്ങളോട് ഐഷാപോറ്റി പറഞ്ഞു തന്നിരുന്നു. ഇപ്പൊ കഴിഞ്ഞ വർഷം ഞാൻ കൊട്ടാരക്കരയിൽ പോയി, വലിയ പ്രചരണ പരിപാടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്നേഹമുണ്ട്. ഒരിക്കലും ഒരു വട്ടം പരിചയപ്പെട്ടാൽ ആ പേരെടുത്ത് വിളിക്കുന്ന ഒരു സ്നേഹം, ആ സ്നേഹത്തിന്റെ പേര് കൂടിയാണ് ഒരു നേതാവിന് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതെ, ആ സ്നേഹത്തിന്റെ പേര് കൂടിയാണ് ഐഷാപോറ്റി. അവർ ഇങ്ങനെ പ്രചരണ പരിപാടികളിൽ വാളകൻ ജംഗ്ഷനിലൂടെ നടന്നു വരുമ്പോൾ തൊട്ടപ്പുറത്ത് BJP സ്ഥാനാർത്ഥിയായ R. രശ്മി പ്രചരണ പരിപാടികൾ നടത്തുന്നുണ്ട്. രശ്മി ചേച്ചിക്കൊക്കെ നമ്മളെ അറിയാം. നമ്മളെ കണ്ടിട്ട് മുഖം തിരിച്ചങ്ങ് നടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മളവിടെ വെറുതെ നിൽക്കുമ്പോൾ രോഹിത്തെ എന്ന് പേരെടുത്ത് വിളിക്കുന്ന, ആൾക്കൂട്ടത്തിൽ നിന്ന് പേരെടുത്ത് വിളിക്കുന്ന സ്നേഹത്തിന്റെ പേര് കൂടിയാണ് ഈ പറയപ്പെടുന്ന ഐഷാപോറ്റി. പണം കൊടുത്ത് എത്ര പേരെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം, പക്ഷെ സ്നേഹം കൊടുത്താൽ പർച്ചേസ് ചെയ്യപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ചില ആളുകൾ, അത്തരത്തിൽ പെടുന്ന ആളുകളൊക്കെയാണ് നമ്മളൊക്കെ എന്ന് പറയുന്നത്. നമുക്കിനി കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞാലും ആ സ്നേഹത്തെ വരുന്നത് അപ്പുറത്തെ ക്യാമ്പിലേക്ക് പോകാൻ നമ്മളില്ല. സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു രീതി. ഇനി കണക്ട് കൊട്ടാരക്കര എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് KN ബാലഗോപാൽ. അദ്ദേഹം അതിൽ വന്നിരുന്ന് സംസാരിക്കുന്നു. മന്ത്രി വന്ന് സംസാരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, കൊട്ടാരക്കര മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റോഡുകൾ ഞാൻ BMBC നിലവാരത്തിലേക്ക് ഉയർത്തി. കൊള്ളാം, നല്ല കാര്യം. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ഹൈമാസ്ക് ലൈറ്റുകൾ പിടിപ്പിച്ചു. കൊള്ളാം, നല്ല കാര്യം. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ വില്ലേജ് ഓഫീസുകളെ ഞാൻ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി. കൊള്ളാം, നല്ല കാര്യം. കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിന്റെ സ്കൂൾ കെട്ടിടങ്ങൾക്ക് ഞാൻ ഫണ്ട് അനുവദിച്ചു. കൊള്ളാം, നല്ല കാര്യം. ഇതെല്ലാം നല്ല കാര്യമാണ്. 140 നിയോജക മണ്ഡലങ്ങളിൽ എവിടെയാണ് ഇതൊന്നും നടക്കാത്തത്? അടുത്ത ചോദ്യം വരുന്നത്. തീർച്ചയായിട്ടും ഇത് സ്വാഭാവികമായും ഒരു സർക്കാരിന്റെ സർക്കാർ കാലാനുസൃതമായി ചെയ്തു വെക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ്. റോഡ് നന്നാക്കുന്നതും അംഗനവാടികൾ പണിയുന്നതും വില്ലേജ് ഓഫീസുകൾ പണിയുന്നതും സ്കൂൾ കെട്ടിടങ്ങൾ പണിയുന്നതും ഹൈമാസ്ക് ലൈറ്റുകൾ പിടിപ്പിക്കുന്നതും വികസനം എന്ന് പറയാൻ സാധിക്കുമോ? അതൊക്കെ പരമ്പരാഗതമായി നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ്. അത് ഷിബു ബേബി ജോണിന്റെ ഇന്റർവ്യൂവിൽ ഷിബു ബേബി ജോൺ പറഞ്ഞത് ഞാൻ കോട്ട് ചെയ്യുകയാണ്. സ്വാതന്ത്ര്യാനന്തരം ഡൽഹിയിൽ മാത്രമായിരുന്നു 3-4 ടാറിട്ട റോഡുകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ കാലത്തെ അവസ്ഥ മാറി. ഞാനത് ഷിബുവിന്റെ റോഡുകൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഞാൻ കടമെടുക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്നിന്റെ ആവശ്യകത അതൊരു നോർമൽ സംഭവമാണ്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേക്കുന്നു, ചായ കുടിക്കുന്നു, ആഹാരം കഴിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു ഭരണകൂടം ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതിന് കണക്കെടുത്ത് വെച്ച് മന്ത്രി വന്നിരുന്ന ലക്ഷങ്ങൾ മുടക്കി ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇന്നോവേറ്റീവായി നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കുറെ അധികം പദ്ധതികൾക്ക് ഭരണാനുമതി വാങ്ങി തറക്കല്ലിട്ടു. സാർ, നിങ്ങളെ MLA ആക്കുന്നതിന് മുമ്പ് കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറുന്ന പല പദ്ധതികളുടെയും ഭരണാനുമതി വാങ്ങിയിരുന്നു ഐഷാപോറ്റി. ആ പദ്ധതികൾ എവിടെ പോയി? കൊട്ടാരക്കര എന്ന് പറയുന്ന നഗരം നാഷണൽ ഹൈവേയും MC റോഡും ഒരുപോലെ ക്രോസ് ചെയ്യുന്ന ഒരേ ഒരു സ്ഥലമാണ്. അവിടെ വലിയ ഗതാഗത കുരുക്കിന് സാക്ഷ്യം വഹിക്കുന്ന സ്ഥലമാണ്. കോട്ടയത്തിന് ഇപ്പുറത്തേക്ക്, അതായത് ഒരു ചങ്ങനാശ്ശേരിക്കൊക്കെ ഇപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു തിരുവല്ലയിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ പോട്ടെ ഒരു അടൂരിൽ നിന്നൊക്കെ പല ആളുകൾക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകേണ്ടുന്ന ഒരു വഴിയാണ്. പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാർ മുഴുവൻ യാത്ര ചെയ്യുന്നത് MC റോഡ് വഴിയാണ്. അവിടെ ആ ഗതാഗത കുരുക്കിന് പരിഹാരമായിക്കൊണ്ടൊരു ഓവർ ബ്രിഡ്ജിന് ഭരണാനുമതി വാങ്ങി ഫണ്ട് അനുവദിപ്പിച്ചിരുന്നു ഐഷാപോറ്റി. എവിടെ പോയി ഈ പറയപ്പെടുന്ന ഓവർ ബ്രിഡ്ജ്? ആ പ്ലാൻ മാറ്റി അവരിപ്പോ ലിങ്ക് റോഡോ ബൈപ്പാസോ വിഭാവനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3D എലിവേഷൻ പുറത്തുവിട്ടു. അതിൽ ഒരു തടാകമൊക്കെ കാണുന്നുണ്ട്. എന്റെ അറിവിൽ കൊട്ടാരക്കരയിൽ തടാകമൊന്നുമില്ല. ഇനി അത് പണിയുമോ എന്ന് എനിക്കറിയില്ല. എന്തിനാണ് നിങ്ങൾ ഈ ഓവർ ബ്രിഡ്ജ് മാറ്റിയിട്ട് ഈ ബൈപ്പാസിനെ കുറിച്ച് ചിന്തിച്ചത്? അവിടുത്തെ പല മുതലാളിമാരുടെയും വലിയ കെട്ടിടങ്ങൾ ബൈപ്പാസ് വരുമ്പോൾ ഉപയോഗശൂന്യമായി പോയാലോ എന്ന മുതലാളിമാരുടെ ആശങ്കയ്ക്കൊപ്പം നിൽക്കുകയായിരുന്നോ KN ബാലഗോപാൽ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. അതിന് ഉത്തരം പറയേണ്ടത് KN ബാലഗോപാൽ. ഒരുപക്ഷെ ഈ 5 വർഷക്കാലം കൊണ്ട് ഇപ്പോൾ വെഞ്ഞാറമൂടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓവർ ബ്രിഡ്ജ് ഉണ്ടല്ലോ, വെഞ്ഞാറമൂടിൽ അതുപോലെ ഒരു ഓവർ ബ്രിഡ്ജ് വരേണ്ട സ്ഥലമായിരുന്നു കൊട്ടാരക്കര. എവിടെ പോയി? കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം, ഗുരുവായൂർ ക്ഷേത്രം പോലെ, ശബരിമല ക്ഷേത്രം പോലെ, പഴവങ്ങാടി ഗണപതി ക്ഷേത്രം പോലെയൊക്കെ, തളി ക്ഷേത്രം പോലെയൊക്കെ സംസ്ഥാനത്തിന്റെ അകത്തു നിന്നും പുറത്തു നിന്നും ഭക്തജനങ്ങൾ ഒരുപാട് കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ടെമ്പിൾ സിറ്റിക്ക് ഭരണാനുമതി നേടിയിരുന്നു ഐഷാപോറ്റി. എവിടെ പോയി? എന്താണ് നിങ്ങൾ 5 വർഷം കൊണ്ട് ഇതിനെ കുറിച്ച് മിണ്ടാതിരുന്നത്? അങ്ങനെ 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 എണ്ണി പറഞ്ഞാൽ എത്രത്തോളം. ഞാൻ കൊട്ടാരക്കര നഗരത്തിലെ മാത്രം പദ്ധതികളെ പറ്റിയാണ് പറയുന്നത്. അലക്സാണ്ടർ ജേക്കബ് IPS-ഉമായിട്ട് ഞാൻ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നാളെ എനിക്ക് ഐഷാപോറ്റിയുടെ ഇന്റർവ്യൂ എടുക്കാൻ പോകണം സാർ, ഞാൻ പോകാൻ നിൽക്കുകയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഐഷാപോറ്റി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ അവരുമായി ഇടപെട്ടതും പല പദ്ധതികളും വിഭാവനം ചെയ്യുന്ന സമയത്ത് അവരുടെ ദീർഘവീക്ഷണത്തെ പറ്റി എന്നോട് 1/2 മണിക്കൂറോളം സാർ സംസാരിച്ചു. കേട്ടിരുന്നു പോയി. ഒരു സ്ത്രീ
ഒരു അഡ്വക്കേറ്റ്, ഒരു വീട്ടമ്മ അവരുടെ മനസ്സുറുദിച്ച ആശയങ്ങൾ അവിടെ നടപ്പിലാക്കുകയായിരുന്നു. കൊട്ടാരക്കരയിലേക്ക് വന്നു. കൊട്ടാരക്കര നഗരത്തിന് വേണ്ടുന്നതെല്ലാം സമ്മാനിച്ചിട്ട് തന്നെയാണ് ഐഷാപ്പൂറ്റി അവരുടെ MLA സ്ഥാനം ഉപേക്ഷിച്ച് അവരുടെ പ്രൊഫഷണൽ ജീവിതത്തിലേക്ക് പോയത്. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ R ബാലകൃഷ്ണപിള്ള വർഷങ്ങളോളം ഇടത്തിനായാലും വലുതായാലും ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്നു. അവിടെ പുലമൺ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന കാട് മൂടി കിടന്ന ഗ്യാരേജിന്റെ ബാക്കി സ്ഥലത്ത് അത് വെട്ടിത്തെളിച്ച് മണ്ണെടുത്തു മാറ്റി അവിടെ ഒരു KSRTC ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കിയെടുത്തതോടുകൂടി കൊട്ടാരക്കര നഗരത്തിന്റെ മുഖച്ഛായ മാറുന്നത് നമ്മളൊക്കെ അടുത്ത് നിന്ന് കണ്ടതാണ്. സിവിൽ സ്റ്റേഷനും എക്സൈസ് ഓഫീസും അടക്കം എന്തെല്ലാം പദ്ധതികൾ, കോടതി സമുച്ചയം അടക്കം എന്തെല്ലാം പദ്ധതികൾ അവരവിടെ കൊണ്ടുവന്നു, കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഐഷാപ്പൂറ്റി. അതിനുമപ്പുറത്ത് അവിടുത്തെ സ്ത്രീ മനസ്സുകൾക്ക് സാധാരണക്കാരന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ കഴിയുന്ന, മനസ്സിൽ മായാത്ത ഒരു സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒക്കെ പേരാണ് ഐഷാപ്പൂറ്റി. ഐഷാപ്പൂറ്റി അങ്ങനെ കൊട്ടാരക്കര വെറുതെ ഒന്നും കൈവിട്ട് കളയില്ല രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നും. ഇനി ഇന്ന് രാവിലെ ഞാൻ നമ്മുടെ ഒരു സുഹൃത്തൊരു വ്ളോഗറുടെ അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഓൺലൈൻ ചാനൽ മാധ്യമപ്രവർത്തകന്റെ ഒരു വീഡിയോ ഞാൻ കാണുകയാണ്. KN ബാലഗോപാൽ ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നിങ്ങൾ വരൂ, കൊട്ടാരക്കര ചന്തമുക്കിലേക്ക് വരൂ, ഇവിടെ ആധുനിക മത്സ്യമാംസ മാർക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. അതായത് മത്സ്യമാംസ മാർക്കറ്റ് ഉണ്ടാക്കി. അതിന്റെ ഫ്രണ്ടിലൊക്കെ ഷീറ്റൊക്കെ ഇട്ട് പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഉള്ളിൽ പണി തീർന്നിട്ടില്ല. 5 വർഷക്കാലം 140 നിയോജക മണ്ഡലങ്ങളെ പ്രതിദാനം ചെയ്തൊരു സാധാരണക്കാരനായ MLA ആയിരുന്നില്ല KN ബാലഗോപാൽ. KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ദിവസം ജയിലിന്റെ മുന്നിൽ നിന്ന് പറയുന്നു, ജയിലിനെ നമ്മൾ അങ്ങ് ETC ക്യാമ്പസിലേക്ക് കൊണ്ടുപോകുന്നു, ജയിലിന്റെ സ്ഥലം ഏറ്റെടുത്ത് മറ്റു പദ്ധതികൾക്ക് ആവിഷ്കാരം കൊടുക്കും. എന്തേ 4.25 വർഷം തോന്നിയില്ല? KSRTC ബസ് ടെർമിനലിൽ 18 കോടി രൂപ അനുവദിച്ച് വലിയ ഉദ്ഘാടനം നടത്തി. ആരാ ഉദ്ഘാടനം ചെയ്തത്? 2 പേർ, ഗതാഗത വകുപ്പ് മന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രി. വലിയ ഷോ ആയിരുന്നു. എന്തേ 4.25 വർഷം എടുത്തു അങ്ങനെ ഒരു പദ്ധതി വിഭാവനം ചെയ്യാൻ? അവിടെ ഹെലിപ്പാഡ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊട്ടാരക്കരയിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങേണ്ടത് ആരാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ആർക്കെങ്കിലും വന്നിറങ്ങണമെങ്കിൽ സെന്റ് ഗ്രിഗോറിയസ് കോളേജിന്റെ ഗ്രൗണ്ടും ബോയ്സ് സ്കൂളിന്റെ ഗ്രൗണ്ടും അടക്കം അവിടെയുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ. അവിടെ ഒരു ഹെലിപ്പാഡ് വന്നപ്പോ സഖാക്കന്മാർ കൈയടിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഹെലിപ്പാഡ് വരും. എന്തിനാണ്? സോഹോ കമ്പനിയുടെ ചെയർമാന് പറന്നിറങ്ങാനാണ്. അവിഹിത കൂട്ടുകെട്ടിന്റെ കഥകൾ പലതും ഉണ്ടാകും അതിന്റെ പിന്നിൽ. ചെകഞ്ഞു പോയാൽ നമുക്ക് കിട്ടും. സോഹോയുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകൾ കൊട്ടാരക്കരയിൽ പരക്കുന്നുണ്ട്. പറയാൻ പ്രേരിപ്പിക്കരുത് എന്നുള്ളത് മാത്രമാണ്. ഇപ്പോ കഴിഞ്ഞ 3 മാസമായി KN ബാലഗോപാലിന് കല്ലുകളോട് വലിയ പ്രണയമാണ്. നമുക്കറിയാം അവരുടെ ഫാമിലി ബിസിനസ്സായ മാവനാൽ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പാറ ക്രഷറുകൾ, കോറികൾ, അവരുടെ അധികായന്മാരാണ് അവരുടെ സഹോദരങ്ങളൊക്കെ. അപ്പൊ ആ കല്ലുകളൊക്കെ കോന്നിയിൽ നിന്ന് ചെത്തി മിനുക്കി കൊണ്ടുവന്ന് കൊട്ടാരക്കരയുടെ മുക്കിലും മൂലയിലും പാകി പൊക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ സ്റ്റണ്ടുകൾ കൊണ്ടൊന്നും ജനമനസ്സുകൾക്കറിയാം ആരായിരുന്നു ഐഷാപ്പൂറ്റി. ജനമനസ്സുകൾക്കറിയാം എന്തിനാണ് ഇനി ഐഷാപ്പൂറ്റി മടങ്ങി വരേണ്ടത്. എന്തായാലും ഒരു തുടർഭരണം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ് ഈ നാട്ടിൽ. UDF അധികാരത്തിലെത്തിയാൽ ഉറപ്പായും കൃത്യമായ ഒരു അക്കോമഡേഷൻ ഉണ്ടാകാൻ പോകുന്ന ആളുടെ പേരാണ് ഐഷാപ്പൂറ്റി എന്നുള്ളത്. അവർക്ക് അങ്ങനെ ഒരു അക്കോമഡേഷൻ ഉണ്ടാകിയാൽ MLAക്ക് അപ്പുറത്തേക്ക് മറ്റൊരു പദവിയിലേക്ക് അവരെത്തിയാൽ കൊട്ടാരക്കരയുടെ മുഖച്ഛായ മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. സോഷ്യൽ മീഡിയയിൽ കാണുന്ന ട്രെൻഡല്ല, അടിത്തട്ടിൽ ജനമനസ്സുകളിൽ അടിത്തട്ടിലെ വർക്ക്. ഇപ്പം LDFന്റെ ഒരു പ്രമുഖനായ മന്ത്രിക്കൊപ്പം മത്സരിക്കുമ്പോൾ വലിയ രീതിയിൽ സാമ്പത്തികം അവിടെ ഒഴുകുന്നുണ്ട്. അത്ര വലിയ സാമ്പത്തിക ശക്തിയൊന്നും അല്ല ഐഷാപ്പൂറ്റി. അല്ലെങ്കിൽ തന്നെ അവരെ കൊണ്ടല്ല, അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വമാണ് അവർക്ക് വേണ്ടിയുള്ള പ്രചരണ ചുമതലകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. കൊടുക്കുന്ന സുരേഷിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ബാക്കിയുള്ളവരുടെ ഒക്കെ നേതൃത്വത്തിലാണ് പ്രചരണ പരിപാടികളൊക്കെ നടക്കുന്നത്. എങ്കിൽ പോലും അവരുടെ മുഖത്ത് എങ്ങനെയാണ് വിജയപ്രതീക്ഷ എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ നമ്മൾ ജയിക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. 15 വർഷക്കാലങ്ങൾ നിയമസഭയിലേക്കും അത്രത്തോളം വർഷക്കാലം ജില്ലാ പഞ്ചായത്തിലേക്കും ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിച്ച പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് വലതുപക്ഷത്ത് നിന്ന് ഐഷാപ്പൂറ്റി പറയുന്നുണ്ട് കൊട്ടാരക്കര നമ്മൾ പിടിക്കും എന്നെങ്കിൽ കൊട്ടാരക്കര അത് ഐഷാപ്പൂറ്റിയുടെ പേരിലായിരിക്കും.